ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഫ്ലോസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. ഇൻ്റർനാഷണൽ എക്കണോമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണിത്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഫ്ലോസ്. International investment are the largest source of external finance for developing countries. ഡെവലപ്പിംഗ് കൺട്രീസിലെ ഏറ്റവും വലിയ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ്, പുറമേ നിന്നുള്ള ഫിനാൻസിൻ്റെ ഒരു സോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദേ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണുള്ളത്. It helps fill the savings, technological, managerial and foreign exchange gaps and contributes to a significant share of the domestic investment, employment generation and exports. They play an increasing role in economic development. എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണുള്ളത്. അതായത് ഇറ്റ് ഹെൽപ്സ് ഫിൽ ദ സേവിങ്സ്, technological, managerial and foreign exchange gaps and contributes to a significant share of the domestic investment, employment generation and exports. ഇതിനെല്ലാം അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രിങ്സ് 4 E's ആണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രിങ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? എഫിഷ്യൻസി, ഇക്വിറ്റി, എക്സ്പീരിയൻസ്, എക്സ്പെർട്ടൈസ്. ആൻഡ് ഇൻ ടേൺ there is a 5th E, that is expatriation of profits. അതായത് നമ്മളുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കൺട്രീസിൽ ജോലിക്ക് പോയിട്ട് നമ്മളുടെ ഇൻറ്റേർണൽ ഇൻകം ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ആളുകൾ വിദേശത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഇൻകം അവർ നമ്മളുടെ ഹോം കൺട്രിയിലും കൂടെ കുറച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. എക്സ്പാട്രീഷൻ ഓഫ് പ്രോഫിറ്റ്സ്, അതാണ് 5th E ആയിട്ട് പറയുന്നത്. 4 E's ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതൊക്കെയാണോ? എഫിഷ്യൻസി, ഇക്വിറ്റി, എക്സ്പീരിയൻസ്, എക്സ്പെർട്ടൈസ്. ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദർ ആർ 3 ബ്രോഡ് ഇക്കണോമിക് മോട്ടീവ്സ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് 3 ബ്രോഡ് മോട്ടീവ്സ് ആണ് ഉള്ളത്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് 3 ബ്രോഡ് മോട്ടീവ്സ് ആണ്, 3 ബ്രോഡ് ഇക്കണോമിക് മോട്ടീവ്സ് ആണുള്ളത്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് 3 ബ്രോഡ് ഇക്കണോമിക് മോട്ടീവ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, റിസോഴ്സ് സീക്കിംഗ്, ദാറ്റ് ഈസ് എക്സ്പ്ലോയിറ്റിംഗ് ദ നാച്ചുറൽ റിസോഴ്സസ് ഓഫ് ദ ഹോസ്റ്റ് കൺട്രി. നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക ഹോസ്റ്റ് കൺട്രീൻ്റെ, ദാറ്റ് ഈസ് റിസോഴ്സ് സീക്കിംഗ്. ദെൻ സെക്കൻഡ് വൺ, മാർക്കറ്റ് സീക്കിംഗ്, അതായത് എക്സ്പ്ലോയിറ്റ് ദി മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദ ഹോസ്റ്റ് കൺട്രീസ്. ഹോസ്റ്റ് കൺട്രീസിൻ്റെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതായത് മാർക്കറ്റ് സീക്കിംഗ്. തേർഡ് വൺ, എഫിഷ്യൻസി സീക്കിംഗ്, ലൈക്ക് ദി ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിറൈവിംഗ് ഫ്രം ചീപ്പ് ലേബർ. ചീപ്പ് ലേബറിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. There are 3 broad economic motives of foreign investment. First one, resource seeking. Second one, market seeking. Third one, efficiency seeking. John D. Sullivan has given the following factors affecting international investments. ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ജോൺ സുല്ലിവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ